സ്മെല്ലിട്ടേക്കാണ്. ഓക്കെ, ഇതൊരു ട്രോൾ പേജിൽ വന്നൊരു സംഭവമാണ്. പക്ഷേ ഇതിന് പ്രാധാന്യം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ശ്രീജിത്ത് പണിക്കരും ഭാഗ്യലക്ഷ്മിയും നമ്മളൊരു കോൺവെർസേഷനിലുള്ളൊരു പാർട്ടാണ്. ഓക്കെ, ശ്രീജിത്ത് പണിക്കര് ഭാഗ്യലക്ഷ്മിനോട് ചോദിക്കുന്നുണ്ട്, എന്താ പറയാ, വേടനും ഒരു റേപ്പ് ചെയ്ത ആളാണ്, ദിലീപും റേപ്പ് ചെയ്ത ആളാണ്. വേടന് എന്താ പറയാ അവാർഡ് കൊടുത്ത ജൂറിയിൽ നിങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ വേടന് അവാർഡ് കൊടുത്തത്? ദിലീപിന് വേടന് കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതും ദിലീപിന് തള്ളിപ്പാണെന്ന് ചോദിച്ചു. അപ്പൊ ഭാഗ്യലക്ഷ്മി പറഞ്ഞൊരു ഉത്തരമാണ്, ദിലീപ് വേറെ വേടൻ വേറെ എന്നാണ് പറഞ്ഞത്. ഓക്കെ, രണ്ടാളും കോടതി കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കുറ്റവിമുക്തരാക്കപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ ഇതില് ഭാഗ്യലക്ഷ്മി ദിലീപിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എന്നുള്ളതിന്റെ ഒരു പ്രധാന കാരണം തന്നെ ഞാൻ പറഞ്ഞതാണ്. വേടന്റെ കേസിൽ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി എന്ന് പറഞ്ഞൊരു സാധാരണക്കാരിയാണ്. അതായത് ഒരു ഡോക്ടറാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, പക്ഷെ പബ്ലിക് ഫിഗർ അല്ല, ഫേമസ് അല്ല, ഒന്നുമല്ല, ഒരു ആക്ട്രസോ ഒന്നുമല്ല. ഓക്കെ, പക്ഷേ നടിയെ ആക്രമിച്ച കേസിലുള്ള നടി എന്ന് പറഞ്ഞൊരു ഫിലിം ആക്ട്രസ് ആണ്. 2-3 ഇൻഡസ്ട്രികളിൽ, തമിഴ്, തെലുങ്ക്, മലയാളം ഇൻഡസ്ട്രികളിലൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്, ഫേമസ് ആണ്. ഓക്കെ, അപ്പൊ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിന്റെ കൂടെ പക്ഷം ചേർന്ന് ആ വ്യക്തിക്ക് വേണ്ടി സംസാരിച്ചാൽ മാത്രമേ എന്താകുള്ളൂ, തൻ്റെ ഇമേജിന് അത് നല്ല രീതിയിൽ ഗുണം ചെയ്യുള്ളൂ എന്നുള്ളത് ഭാഗ്യലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അതായത് ഇപ്പൊ ദിലീപിന്റെ ഈ ഒരു കേസ് ഒരുപാടായിട്ട് വളരെയധികം നാട്ടിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ എന്നും എന്തെങ്കിലും ഭാഗ്യലക്ഷ്മി ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിൽ വന്ന് പറയും. മുപ്പത്തിയാർക്ക് നന്നായിട്ട് അറിയാം നടിക്ക് വേണ്ടി സംസാരിച്ചാൽ മാത്രമേ തൻ്റെ ഇമേജ് എന്താ പറയാ ഒരു പബ്ലിസിറ്റി കിട്ടുള്ളൂ എന്നും ഒരുപാട് പേര് തന്നെ കാണുള്ളൂ എന്നുള്ളത് ഭാഗ്യലക്ഷ്മിക്ക് നന്നായിട്ട്. അതുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി നടീൻ്റെ കൂടെ നിൽക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ അത്ര പീഡിപ്പിക്കപ്പെട്ട യുവതിനോടുള്ള ഇതുകൊണ്ടൊന്നല്ല, അതിനുള്ള സപ്പോർട്ട് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഭാഗ്യലക്ഷ്മി ഒരിക്കലും നടീന്റെ കൂടെ മാത്രമല്ല, വേടൻ പീഡിപ്പിച്ച യുവതിന്റെ കൂടി നിൽക്കും. അത് നിൽക്കുന്നില്ല. എന്തുകൊണ്ട്? ഒരു തന്തയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്ത്രീകളുടെ കൂടെ നിൽക്കുക. ഇത് 2 തന്തയാണ്. ഒരു സ്ഥലത്ത് എന്താ പറയുക പെണ്ണിന്റെ കൂടി, മറു സ്ഥലത്ത് ആണിന്റെ കൂടിയാണ് ഭാഗ്യലക്ഷ്മി നിൽക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയണം, ഇങ്ങനെയുള്ള ആൾക്കാരെ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്.